ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റേഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റിയാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യാൻ വാല്യൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതായിട്ട് നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഞാനിവിടെ നംസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലിസ്റ്റ് ഇവിടെ ഇതിനകത്ത് നമുക്ക് റേഞ്ച് പറയാം. റേഞ്ചിനകത്ത് നമുക്കൊരു സ്റ്റാർട്ട് വാല്യൂ, ഒരു സ്റ്റോപ്പ് വാല്യൂയും പറയാം. ഇതിനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് നംസ്. ഇവിടെ നമ്മൾ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്കിവിടെ 1 2 3 4 5 6 7 8 9 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ലിസ്റ്റിൽ ഞാനിപ്പോൾ ഒരു 20 ആക്കിയിട്ട് ഇവിടെ നമുക്ക് 2 വെച്ച് 1 3 5 7 അങ്ങനെ നമുക്ക് ഒറ്റ സംഖ്യകൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പം 1 3 5 7 9 11 ഒറ്റ സംഖ്യ. ഇനി നമുക്ക് ഇരട്ട സംഖ്യ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇതേ ടെക്നിക്കാണ്. ഇത് 2 വ്യത്യാസം, അതായത് 2 സ്റ്റാർട്ട് ചെയ്യുന്നു 20 വരെ 2 വെച്ചിട്ട് വ്യത്യാസം വരും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം 2 4 6 8 അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇത് വെച്ച് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്യാൻ പറ്റും. അത് ഉദാഹരണത്തിന് ഇപ്പം 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 5 കൊടുക്കുക, ലാസ്റ്റ് വാല്യൂവിനേക്കാളും ഒരു സ്റ്റെപ്പ് ഹെഡ് കൊടുക്കുക. അതായത് 10 5 50 ആണെങ്കിൽ 55 കൊടുക്കുക, ഡിഫറൻസും കൊടുക്കുക. ഇത് നമുക്കിതൊന്ന് റൺ ചെയ്യാൻ നോക്കാം. ഇപ്പം നമുക്ക് കണ്ട 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടി. നമുക്കിത് ഏതിൽ വേണമെങ്കിൽ പരീക്ഷിക്കും. ഇപ്പം ഞാൻ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ തമ്മിലുള്ള വ്യത്യാസം വരേണ്ടത് 9 വെച്ചിട്ട്. ഇങ്ങനെയാണ് റേഞ്ച് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഇവിടെ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്നിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ റേഞ്ച് അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ചെയ്ത 1 2 3 അല്ലെങ്കിൽ 2 4. നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലും ചെയ്യാം. ഇപ്പം ഈ റേഞ്ചിൽ തന്നെ നമുക്ക് തലകീഴായിട്ട് നമ്മൾ പറഞ്ഞില്ലേ ആരോഹണക്രമം അവരോഹണക്രമം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തലകീഴായിട്ട് പ്രിന്റ്. അപ്പോൾ 100 10 വരെ പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ -10 എന്ന് കൊടുത്താൽ മതി. ഇപ്പം ഇത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും പ്രിന്റ് ചെയ്യുക, അവരോഹണ ക്രമത്തിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലിസ്റ്റ് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലുള്ള ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം റേഞ്ച് വെച്ചിട്ട്. ഈ റേഞ്ചിന്റെ ഉപയോഗം ഈ വീഡിയോയിൽ കൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.